ഈ ചടങ്ങൊക്കെ കഴിഞ്ഞ് കണ്ണൻ സാറ് ലക്ഷ്മി മേഡവും കുഞ്ഞുമായിട്ട് കമലേശ്വരത്തേക്ക് പടി കടന്ന് ചെല്ലുന്നത് കരുണയെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. മകളുടെ കണ്ണീര് തുടയ്ക്കാൻ വേണ്ടി അവളുടെ അച്ഛനും മുത്തശ്ശിയും കൂടെ എന്തൊക്കെ കുരുക്കുണ്ടാക്കുന്നു പറയാൻ പറ്റില്ല. ഇന്ന് നൂലുകെട്ട് അലമ്പാക്കാൻ ആരെങ്കിലും ശ്രമിക്കാമേ? നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നേന്ന്. ഇനി ഞങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ കുഞ്ഞ കണ്ണേട്ടാ. അപ്പൊ ഞങ്ങൾക്കൊരു മോള് ജനിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കില്ലായിരുന്നോ? എന്ന് ചോദിച്ചാ ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോഴാ ജീവിക്കുന്നുണ്ടെന്നൊരു തോന്നലുണ്ടായേ. ഞങ്ങളുടെ ജീവിതത്തിനൊരർത്ഥം ഉണ്ടായേ. എടീ, സ്നേഹിക്കാൻ അറിയാവുന്നവർ അരികിലുണ്ടെങ്കിൽ ആ ജീവിതം ബോറിംഗ് അല്ല. എങ്കിലും ഇവള് പറഞ്ഞ പോലെ ആ ജീവിതത്തിനിടയിൽ ഒരു കുഞ്ഞുണ്ടെങ്കിൽ അതിന്റെ സുഖം വേറെ തന്നെയാടാ. ഇവളെ പോലെ തന്നെ നീയും കുഞ്ഞിനെ വിട്ടുതരത്തില്ലെന്ന തീരുമാനത്തിലാണോ? ഞാൻ വിട്ടുതരത്തില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ കണ്ണേട്ടാ. എങ്കിലും നീ പറയാത്തത് പറയുന്നുണ്ട്. അത് കണ്ണേട്ടന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനോടുള്ള എതിർപ്പല്ലേ? അല്ലാതെ നിങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് ഇവിടെ പിടിച്ചു വെക്കാൻ പറ്റുമോ? എന്തായാലും അടുത്ത തന്നെ ഒരു ദിവസം കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾക്ക് പോകേണ്ടി വരും. അതുമായിട്ട് നിങ്ങൾ രണ്ടുപേരും പൊരുത്തപ്പെട്ടേ പറ്റൂ. പിന്നെ നീയും ഇവനും പറഞ്ഞതുപോലെ നമുക്ക് ഒരു കോമ്പൗണ്ടിൽ 2 വീട് വെക്കാം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് താമസിക്കാം. എന്നാ നീ കൺസ്ട്രക്ഷന്റെ പരിപാടി തുടങ്ങിക്കോ. പ്രോപ്പർട്ടിയും കണ്ടുവച്ചോ. അതിനു വേണ്ട പണം മൊത്തം ഞാൻ മുടക്കിക്കോളാം. ആ, അങ്ങനെ നീ മാത്രമായിട്ട് വലിയൊരു തുക മുടക്കണ്ട. ഈക്വൽ ഷെയർ മതി. കൺസ്ട്രക്ഷൻ നീയല്ലേ നടത്തുന്നേ, അപ്പൊ പിന്നെ ബാക്കി ഞാൻ നോക്കിക്കോളാം. ആദ്യം അതിനെ പറ്റിയൊരു പ്രോപ്പർട്ടി കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. കുഞ്ഞിനെയും കൊണ്ട് ലക്ഷ്മി മാഡം സാറിന്റെ തറവാട്ടിലേക്ക് പോകുന്നത് എനിക്കും മഞ്ജുവിനും യോജിപ്പില്ല. അത് നിങ്ങൾ തറപ്പിച്ച് പറയണം കേട്ടോ. ഈ തങ്കക്കുടത്തിനെ ഇനി അങ്ങോട്ട് വിടാൻ ഞങ്ങൾക്കും പേടിയോ. മോളെ ഞാൻ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ. മോള് ജനിക്കുന്നത് വരെ മഹിയെ പോലെ തന്നെ പ്രസവ വേദന ഞാനും അനുഭവിച്ചിട്ടുണ്ട്. മതി മഞ്ജു, എങ്ങനെയുണ്ട്? കൊള്ളാവോ? നീ എന്തോടി മോളെ ഇയാളെ ഒരുക്കുന്നേ? അതിന് ഇയാളുടെ കല്യാണമൊന്നുമല്ലല്ലോ. എന്നാലും ഇന്ന് കുഞ്ഞിന്റെ നൂലുകെട്ടല്ലേ? അപ്പൊ കുഞ്ഞിന്റെ അമ്മയും കുഞ്ഞിനെ പോലെ തന്നെ സുന്ദരിയാവണ്ടേ? അതെ മഹി, ഇതില് ഞാൻ വാങ്ങിയ സ്വർണം മാത്രമല്ല, ഇവളുടെ അമ്മ വാങ്ങിയ സ്വർണം കൂടിയുണ്ട്. സ്വർണത്തിന് ഇത്രയും വിലയുള്ള സമയത്ത് എന്തിനാ അമ്മ സ്വർണം വാങ്ങിയത്? ഞാൻ അമ്മയ്ക്ക് മാസം മാസം ഒരു വിഹിതം കൊടുക്കാറുണ്ട്. അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് വാങ്ങിയതാണെന്നാ പറഞ്ഞത്. ഒരു മാലയും വളയും കാൽത്തളയൊക്കെ ഉണ്ട്. നൂലുകെട്ട് നടത്തുന്ന സമയത്ത് ഉറപ്പായിട്ടും ഇതൊക്കെ കുഞ്ഞിന്റെ കയ്യിലും കാതിലും കഴുത്തിലും ഒക്കെ ഇട്ടു കൊടുക്കണമെന്നാ അമ്മ പറഞ്ഞത്. സ്വർണം തന്നതിരിക്കട്ടെ, കുഞ്ഞിനത് ഇട്ട് കൊടുക്കണോ വേണ്ടിയെന്നേ എല്ലാരുമായിട്ടൊന്ന് കൂടി ആലോചിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം. അതടെ അങ്ങനെ? എന്റെ ആങ്ങളെയും അവന്റെ ഭാര്യയും പോലെ തന്നെ എന്റെ അമ്മയെ എനിക്ക് ഇപ്പോഴും വിശ്വാസമില്ല. പാവം പോലെ പതുങ്ങിയിരുന്നിട്ട് ചതിക്കുന്ന കൂട്ടത്തിൽ അവരൊക്കെ. അതിനൊക്കെ ഒരുപാട് മാറ്റം വന്നടി മോളെ. നമ്മുടെ അച്ഛന്റെ മരണം കൊലപാതകമാണെന്ന് അറിഞ്ഞ ശേഷം അമ്മ ഒരിക്കൽ പോലും കരുണയോട് നന്നായി സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും കരുണയെ കുടുംബത്തിൽ താമസിപ്പിക്കുന്നതില് അമ്മയ്ക്ക് നല്ല ദേഷ്യമുണ്ട്. അത് എത്ര നാൾ നിലനിൽക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ കണ്ണേട്ടാ. ഇടി, നിന്നെ ലേഖയൊക്കെ പേടിച്ചിട്ട് അമ്മ ഇങ്ങോട്ടേക്ക് വരാതിരിക്കുന്നേ. അത് നന്നായി. അമ്മ തന്ന സ്വർണത്തെ തന്നെ എനിക്ക് പേടിയാ. അപ്പൊ പിന്നെ സ്വർണം തന്ന ആള് നേരിട്ട് അവതരിച്ചാലോ? എന്റെ വീട്ടിലോട്ട് വരണ്ടെന്ന് അമ്മയോട് ഞാൻ തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അമ്മ കൊണ്ടുവരുന്ന ഒരു സമ്മാനവും വേണ്ട. മഞ്ജു, നിന്റെ അമ്മ ശരിക്കും മാറിയിട്ടുണ്ടെങ്കിൽ അമ്മയെ വെറുക്കുന്നതും എല്ലാത്തിന്നും മാറ്റി നിർത്തുന്നതും നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഏട്ടനെ ഏട്ടത്തെ സംബന്ധിച്ചിടത്തോളം
കഴിഞ്ഞ സംഭവങ്ങളുടെയൊക്കെ മുറിവ് പെട്ടെന്ന് ഉണങ്ങും. എന്നാ എല്ലാവരുടെയും കാര്യം അങ്ങനെ അല്ല എടുത്തി. ജനിച്ചത് പിന്നെ അമ്മയുടെ വാക്ക് കേട്ട് മാത്രം ജീവിച്ചവളാ ഞാൻ. അതുകൊണ്ട് എന്റെ അമ്മ ഏതാണ് എന്താണെന്നൊക്കെ എനിക്ക് മറ്റാരെക്കാളും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എന്നെ ആരും തിരുത്താൻ നോക്കണ്ട. ആ അമ്മയും വന്നല്ലോ, കയ്യിലൊരു കവറൊക്കെ ആയിട്ട്. എന്താ അമ്മ ഇത്? ഞാൻ പറഞ്ഞില്ലേ മോളെ, ആ. കുഞ്ഞിന് കൊടുക്കാൻ കുറച്ച് പൊന്നു വാങ്ങണമെന്ന്. നിങ്ങൾ വലിയ കാശുകാരാണെങ്കിലും കുഞ്ഞിന്റെ നൂലുകെട്ടല്ലേ, അതിന് വെറും കൈയോടെ വരുന്നത് ശരിയല്ലല്ലോ. ഇതിന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ അമ്മേ? താൻ നേരത്തെ വിളിച്ച് പറയണ്ട അമ്മയോട് കുഞ്ഞിനൊന്നും വാങ്ങണ്ടെന്ന്. അമ്മ വാങ്ങാൻ പോകുന്നു പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാ, പക്ഷെ കേൾക്കണ്ടേ? എനിക്ക് മോളെ പോലെ തന്നെ സ്വർണത്തോട് വലിയ താല്പര്യമുള്ള കൂട്ടത്തിലൊന്നും അല്ല. അത് അറിഞ്ഞു വെച്ചോണ്ട് നിങ്ങൾ രണ്ടാളും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സ്വർണവും കോടി വസ്ത്രങ്ങളും ഒക്കെ വാങ്ങി തരാറില്ലേ? അപ്പൊ പിന്നെ ഇത് എന്റെ പേരക്കുട്ടിക്ക് വേണ്ടി നടത്തുന്ന ആദ്യത്തെ ചടങ്ങ്. അതിനെന്തായാലും കയ്യും വീശി വരാൻ എനിക്ക് പറ്റില്ല കണ്ണ. നോക്കട്ടെ. അമ്മ കൊണ്ടുവന്ന സ്വർണം കുഞ്ഞിന്റെ ദേഹത്തിട്ട് കൊടുക്കണം. എന്റെ അമ്മ കൊടുത്തുവിട്ട സ്വർണം മാറ്റി വെച്ചിട്ട്. അതും കുഞ്ഞിന്റെ ദേഹത്തിടണം എന്നല്ലേ കണ്ണേട്ടന്റെ അമ്മ പറഞ്ഞത്. പിന്നെ കണ്ണേട്ടൻ മടങ്ങി ചെല്ലുമ്പോ കുഞ്ഞിന്റെ ഫോട്ടോസൊക്കെ നിന്റെ അമ്മ ചോദിക്കും മഞ്ജു. ആ സമയത്ത് ആ സ്വർണമൊക്കെ കുഞ്ഞിന്റെ കഴുത്തിലും കയ്യിലും ഒക്കെ കണ്ടില്ലെങ്കിൽ അമ്മയ്ക്കത് നല്ല വിഷമാവും. കേട്ടോ അമ്മേ, ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നപ്പോ മുതല് ഏട്ടത്തിയെ വിഷമിപ്പിച്ചിട്ടേ ഉള്ളൂ എന്റെ അമ്മ. അതൊക്കെ മറന്നിട്ടാ ഇപ്പൊ ഈ സിമ്പതിയൊക്കെ കാണിക്കുന്നെ. മോളുടെ അച്ഛന്റെ കൊലപാതകത്തെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം ആ അമ്മയ്ക്ക് നല്ല മാറ്റമുണ്ട് മോളെ. ഇടയ്ക്ക് എന്നെ വിളിച്ച് കരയുകയും പറയുകയും ഒക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ കരുണയുടെ അച്ഛനെയും സ്വന്തം ആങ്ങളെയൊക്കെ ഒരുപാട് ശപിക്കുകയും ചെയ്തു. സ്വന്തം സ്വഭാവത്തിൽ വന്ന മാറ്റം സത്യമാണെന്ന് ഉറപ്പിക്കണം. അതെല്ലാവരെയും വിശ്വസിപ്പിക്കണം. അതിനുവേണ്ടി എല്ലാവരുടെ മുമ്പിൽ വന്ന് കരയും, കണ്ണീരൊഴുക്കും എന്റെ അമ്മ. അതിനുശേഷമായിരിക്കും നമ്മളെല്ലാരെയും കരയിപ്പിക്കുന്നത്. നീ മാറിയപ്പോ നിന്നെ ഞങ്ങളൊക്കെ വിശ്വസിച്ചില്ലേ മഞ്ജു? പിന്നെ നിനക്കെന്താ നിന്റെ അമ്മയെ വിശ്വസിച്ചാല്? ഞാൻ പറഞ്ഞില്ലേ, കുറച്ചു നാളും കൂടി കഴിയട്ടെ, അതിനുശേഷം നമുക്ക് എന്റെ അമ്മയെ വിലയിരുത്താം. അതുവരെ ഉണ്ണിയേട്ടനെയും കരുണയും കാണുന്ന അതേ കണ്ണോടെ എനിക്ക് അവരെയും കാണാൻ പറ്റൂ. നോക്കു മഞ്ജു, എന്നേക്കാൾ കുറച്ചുകൂടെ ദുർബലമായ മനസ്സാ ഇയാളുടെയും ഇയാളുടെ അമ്മയുടെയും. അതിനെ ഞാൻ പോലും പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട്. ഇത്രയ്ക്ക് പാവമാവാൻ പാടില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ നീ ഒരു കാര്യം മനസ്സിലാക്കണം മഞ്ജു. ദൈവത്തിലെല്ലാം അർപ്പിച്ച് ജീവിക്കുന്നവർക്ക് ആപത്തുണ്ടാവാൻ ആ ശക്തി ആഗ്രഹിക്കില്ല. നിന്റെ അമ്മയെ എന്റെ അച്ഛൻ കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് എങ്ങനെയാണോ എന്നെ സ്നേഹിച്ചത് അതുപോലെ തന്നെയാ ഇപ്പൊ എന്നെ സ്നേഹിക്കുന്നേ. ആ സ്നേഹത്തിൽ ആത്മാർത്ഥത ഇല്ലെങ്കിൽ, നമ്മുടെയൊക്കെ വിശ്വാസം പിടിച്ചു പറ്റിയിട്ട് നമ്മളെ ചതിക്കാനാണ് നിന്റെ അമ്മയുടെ തീരുമാനമെങ്കിൽ അതിനുള്ള ശിക്ഷയും ഇയാളും ഞാനുമൊക്കെ വിശ്വസിക്കുന്ന ദൈവങ്ങള് അവർക്ക് കൊടുത്തോളും. എന്തായാലും തൽക്കാലം ഞാൻ ആദ്യം കണ്ട എന്റെ രണ്ടാനമ്മ തന്നെയാണ് ഇപ്പോഴെന്റെ മുന്നിൽ നിൽക്കുന്ന എന്റെ വിശ്വാസം. അതുകൊണ്ട് ഇനി ആ അമ്മയെ വേദനിപ്പിക്കാനും പൂർണ്ണമായിട്ട് തള്ളിക്കളയാനും എനിക്ക് പറ്റില്ല. മഞ്ജുന്റെ അമ്മ ഇപ്പൊ കൊടുത്തുവിട്ട സ്വർണ്ണമൊക്കെ സന്തോഷത്തോടെ കണ്ണേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്ന. കുഞ്ഞുമായിട്ട് തിരികെ മഹിയും കണ്ണേട്ടനും
വീട്ടിലേക്ക് ചെല്ലാനുള്ള അടവാണോന്ന് പറയാൻ പറ്റില്ല. എടി ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞിനെ ഞാൻ ഉടനെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല. അത് മഞ്ജുവിന്റെ അമ്മ പോലും പറയുന്നത് പെട്ടെന്ന് കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുവരുന്നത് സേഫ് അല്ലാന്ന് തന്നെയാ. അതവര് നമ്മളെയൊക്കെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും സാറേ. അതിനാ സാധ്യത കൂടുതൽ. എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞിനെ കാണാനും കുഞ്ഞിനെ ലാളിക്കാനും ഒക്കെ അമ്മയ്ക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇന്നത്തെ ദിവസം മനസ്സില്ലാ മനസ്സോടെ ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു, നിങ്ങളെയൊക്കെ പേടിച്ചിട്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പഴയതുപോലെ സംസാരിക്കുകയും പെരുമാറും ഒക്കെ ചെയ്യും. അതിനകത്ത് മാറ്റമൊന്നുമില്ല. എടാ, നിന്നെ മഹിയും പറ്റിക്കാൻ എളുപ്പമാണ്, സ്നേഹത്തിലൂടെ കീഴ്പ്പെടുത്താനും. അത് നന്നായിട്ട് അറിയാവുന്നവരാണ് അവിടെയുള്ളവരൊക്കെ. അതുകൊണ്ടാ എല്ലാവരും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അവർ നിന്റെ രണ്ടാനമ്മയാണെങ്കിലേ മഞ്ജുവിൻ്റെ സ്വന്തം അമ്മയാ. ആ അമ്മയെ കാണുമ്പോഴാ മഞ്ജുവിൻ്റെ നെറ്റി ചുളിക്കുന്നത്. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞിട്ടേ പലഹാരവുമായിട്ട് അവളുടെ അമ്മ മഞ്ജുവിനെ കാണാൻ ചെന്നപ്പോൾ എന്താ സംഭവിച്ചെന്ന് നിനക്കറിയാലോ. ആ പലഹാരമൊക്കെ പിന്നീട് ഞാൻ കഴിച്ചിരുന്നു. എന്നിട്ട് എനിക്കൊരു കുഴപ്പമുണ്ടായില്ല. പക്ഷേ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരുന്നവരെ അമ്മയുടെ സ്നേഹം വിശ്വസിക്കേണ്ടെന്ന് തന്നെയാണ് എന്റെയും മഞ്ജുവിന്റെ തീരുമാനം. നേരത്തെ മഞ്ജുവിന് ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുത്തപ്പോൾ അവളുടെ വയറ്റിൽ കുഞ്ഞില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല. അതുകൊണ്ട് മഞ്ജു സൂക്ഷിച്ചേ പറ്റൂ. കേട്ടല്ലോ പറഞ്ഞത്. ആ ഒരു കാഴ്ചപ്പാട് തന്നെയാ കണ്ണേട്ടന്റെ മഹിക്ക് ഉണ്ടാവേണ്ടത്. ആപത്തുണ്ടായിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല കണ്ണേട്ടാ. അത് മുൻകൂട്ടി അറിയാമെങ്കിൽ അത് ഒഴിവാക്കുക വേണ്ടത്. എന്നാ പിന്നെ ഒരു കാര്യം നമുക്കിപ്പോ അങ്ങ് തീരുമാനിക്കാം. ഓണം വരികയാ. ഓണം വരെ മോൾ ഇവിടെ തന്നെ നിൽക്കട്ടെ. അത് കഴിഞ്ഞാ മോളെ ഞങ്ങൾ കൊണ്ടുപോകും. ഓണം ഉടനെ ഉണ്ടല്ലോ കണ്ണേട്ടാ. എന്നാലും അതിന് കുറച്ചു ദിവസം കൂടി ഇല്ലേ? അപ്പോഴേക്കും മോക്ക് ഒരു മാസത്തെ വളർച്ചയോടെ ഉണ്ടാവുമല്ലോ. ഇത്തവണ മാവേലി വരാതിരുന്നാ മതിയായിരുന്നു. ആ ദിവസത്തെ ഒത്തുചേരല് കേരളത്തിലെ ഒരു കുടുംബം ഒഴിവാക്കില്ല. അത് നമ്മൾ മലയാളികൾക്കുള്ളില് ലയിച്ചു ചേർന്നൊരു ആഘോഷ. ഓണത്തോടെ ശരിക്കും മോളെ കൊണ്ടുപോകും കണ്ണേട്ടാ. അതെന്തൊരു ചോദ്യാടി. അപ്പോഴെങ്കിലും കണ്ണനും മഹിക്കും അവരുടെ കുഞ്ഞിനെ അവരുടെ സ്വന്തം കുടുംബത്തിൽ കൊണ്ടുപോകണ്ടേ? കൊണ്ടുപോയിക്കോ. നല്ല വിഷമമുണ്ടോ അവൾക്ക്? മഹി അമ്മയെ മഞ്ജുവും കാരണമൊക്കെ അമ്മമാരാവാൻ തയ്യാറെടുക്കുക. ആ സമയത്ത് അവൾക്ക് മാത്രം ആ ഭാഗ്യം ഉണ്ടാവാത്തതിൻ്റെ നല്ല വിഷമമുണ്ട്. ഞങ്ങൾ പുറത്തായിരുന്നപ്പോൾ പലപ്പോഴും അത്തരം ചിന്തകളൊന്നും അവളുടെ മനസ്സിലേക്ക് കടന്നു വരാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴെന്തുകൊണ്ടോ അവൾക്ക് ഇതുവരെ കാണാത്തൊരു സ്വഭാവം. അമ്മയാവാൻ അവൾക്ക് അടങ്ങാത്ത ആഗ്രഹം ഉണ്ടെങ്കിലും അത് നടക്കില്ലെന്ന് തോമസ് സാർ എന്നെ വിധി എഴുതിയതാ. പക്ഷെ നിന്റെ മോള് ജനിച്ചേ പിന്നെ എല്ലാം മറന്ന അവളെ കുഞ്ഞിനെ സ്നേഹിച്ചത്. അല്ലെങ്കിൽ നിനക്കറിയാലോ, കുഞ്ഞിനെ കുളിപ്പിക്കാൻ ഒരു ഹോം നേഴ്സ് വരുന്നത് മഹിയുടെ പ്രസവ ശുശ്രൂഷയ്ക്ക്. മഹിയുടെ കാര്യങ്ങൾ അവർ നോക്കുന്നതിൽ ലേഖയ്ക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ ആദ്യത്തെ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതും കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ലേഖ തന്നെ. എനിക്ക് തോന്നുന്നത് അമ്മയുടെ നെഞ്ചിലെ ചൂടിനേക്കാൾ കൂടുതൽ ഇപ്പൊ കുഞ്ഞിന് പരിചയം ലേഖയുടേതാണെന്നാ. എടാ, അത് അപകടം തന്നെയാടാ. അതുകൊണ്ട് ഞാൻ ഇനി സ്വാർത്ഥത കാണിക്കില്ല. ഓണം കഴിഞ്ഞ് നെയ്യും മഹിയും മോളെയും കൂട്ടി പൊയ്ക്കോ. ഞങ്ങൾക്കെപ്പോ വേണമെങ്കിലും മോളെ കാണാൻ വരാമല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കൊണ്ട് നിർത്തുകയും ചെയ്യാമല്ലോ. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച, മോളിവിടെ ഉള്ളതുകൊണ്ട് ഇനി പുറത്തേക്ക് പോകണമെന്ന് അവൾ പറയില്ല. അത്രയ്ക്ക് നിന്റെ മോള് അവളുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു.
അവളുടെ മാത്രമല്ല എൻ്റെയും. എടാ പ്രതാപ, ഡാ, മോളാടാ. അയ്യോ, എന്റെ കയ്യിലോട്ട് തരല്ലേ അമ്മേ. എന്തെങ്കിലുമൊക്കെ സങ്കടം പറയാനായിട്ടായിരിക്കും വിളിക്കുന്നത്. ആ അത് ശരി. അപ്പൊ മൊത്തം സങ്കടം ഞാൻ കേട്ടോട്ടെന്ന് അല്ലേ? ഓ, ഒന്ന് എടുക്കമ്മേ, അല്ലെങ്കിൽ മോളെ എന്നെ വിളിക്കും. ഹലോ മക്കളെ. മക്കള് ഇവിടെ ആഘോഷം നടക്കാൻ പോവാ. കുഞ്ഞിന്റെ നൂലുകെട്ട്. എല്ലാവരും അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരുത്തി പോയിട്ടുണ്ട് ആഘോഷത്തിൽ പങ്കെടുക്കാൻ. ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് ആലോചിക്കുന്നത്. ഇവിടെ ഒരു സ്ത്രീയുണ്ട്, എന്റെ അമ്മായിയമ്മയെന്നും പറഞ്ഞു. അവരെന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കിയാലും നല്ല ഭക്ഷണം ഉണ്ടാക്കിയാലും അവരാദ്യം കൊടുക്കുന്നത് മൂത്ത മോന. എന്നോട് അതിന്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കാനാ പറയുന്നേ. എനിക്ക് മടുത്തു മുത്തശ്ശി ഈ ജീവിതം. എന്റെ പൊന്നുമക്കളെ, അങ്ങനെ ഒന്നും പറയല്ലേ. ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെയെങ്കിലും മോൾ അവിടെ ഒന്ന് പിടിച്ചു നിക്കണം. മോളുടെ വയറ്റിലൊരു കുഞ്ഞില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് കരുതി എന്തുമാത്രം സഹിക്കാൻ പറ്റും? എന്റെ ജീവിതത്തില് ഇതുപോലൊരു പരാജയം ഉണ്ടായിട്ടില്ല. നൂലുകെട്ടൊക്കെ കഴിഞ്ഞ് ചിലപ്പോ അവള് ഭർത്താവിനും കുഞ്ഞിനും ഒപ്പം ഇങ്ങോട്ട് വരും. പിന്നെ ഇവിടെ നടക്കുന്ന കാഴ്ചകൾ കാണാനുള്ള ശക്തി എനിക്കില്ല മുത്തശ്ശി. എന്ത് ചെയ്യാൻ? ഈ വ്യാഴത്തിന് അതിജ്വരം ഉണ്ടെന്നാ മോളെ പറയുന്നേ. ഈ വ്യാഴ ഭഗവാൻ പോലും ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുവാ. ഈ ഓട്ടം ഒന്നും എന്താ കണ്ണനെ ആ ലക്ഷ്മിയൊന്നും ബാധിക്കാത്തത്? എന്റെ പൊന്നുമക്കളെ, അവരൊന്നും മനുഷ്യജന്മങ്ങളായിരിക്കത്തില്ല. അതുകൊണ്ടാ അങ്ങനെയൊക്കെ. എന്റെ അച്ഛനില്ലേ അവിടെ? അവനുണ്ടായിരുന്നു. ഇപ്പൊ അപ്പുറത്തെങ്ങാനും കാണുമായിരിക്കും, ഇവിടെ ഇല്ല. പറഞ്ഞേക്ക്, എനിക്ക് സന്തോഷിക്കാനുള്ള വക തന്നില്ലെങ്കില് ചിലപ്പം ഒറ്റ മോളെ പിന്നെ കാണേണ്ടി വരില്ലെന്ന്. അയ്യോ അയ്യോ, കട്ട് ചെയ്തോ? ഡാ, നീ ഉണ്ടോന്നാ ചോദിച്ചേ. ഇല്ലാന്ന് പറഞ്ഞ് സഹായിച്ചത് നന്നായി അമ്മേ. ഡാ, അവൾ എന്താ പറഞ്ഞെന്നറിയാവോ? മോൾക്ക് സന്തോഷിക്കാനുള്ള വക കൊടുത്തില്ലെങ്കിൽ ഈ ഒറ്റ മോളെ ചിലപ്പോ കാണത്തില്ലെന്ന്. എടാ, നീ എന്താണ് ആലോചിക്കുന്നേ? അമ്മേ, നമ്മൾ എന്തിനു വേണ്ടി അമ്മ ജീവിക്കുന്നേ? എന്താ സംശയം? എന്റെ കൊച്ചുമോക്ക് വേണ്ടി തന്നെ ആണേ. ഇനിയിപ്പൊ നൂലുകെട്ട് കഴിഞ്ഞ് കണ്ണൻ ലക്ഷ്മിയായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാ അവിടെ നടക്കുന്ന കാഴ്ച ഒന്നും മോൾക്ക് കാണാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. ഇപ്പൊ മോൾ എച്ചില് തിന്നാ ജീവിക്കുന്നേ. കണ്ണൻ ഉണ്ടാക്കി വെക്കുന്നതിന്റെ ബാക്കി കഴിക്കാനാ വയറ്റിലൊരു കുഞ്ഞിനെ ഇട്ടോണ്ട് നിൽക്കുന്ന നമ്മുടെ മോളുടെ വിധി. എടാ പ്രതാപ, ഈ നൂലുകെട്ട് എങ്ങനെയെങ്കിലും ഒന്ന് അലമ്പാൻ പറ്റുമോ? അതാ ഞാനും ആലോചിക്കുന്നേ. പിടിക്കണോ? അയ്യോ, ആ എടാ മക്കളെ, ഞാനിതൊക്കെ പറയുന്നുണ്ടെങ്കിലും നീ 10 വട്ടം ആലോചിക്കണം, എന്നിട്ടേ എന്തെങ്കിലുമൊക്കെ ചെയ്യാവൂ. ആ മാർക്കോടെ മുഖം എപ്പോഴും നല്ല ഓർമ്മ വേണം. ഉണ്ണി AC-ക്കകത്ത് വിഷവാതകം കടത്തി വിട്ടപ്പോ ഉറപ്പായിട്ടും കണ്ണൻ തീരേണ്ടതായിരുന്നു. പക്ഷെ അന്ന് ഉണ്ണി വിചാരിച്ചത് കണ്ണൻ നടക്കത്തില്ലെന്നല്ലേ, അവൻ വീൽ ചെയറിലാണെന്നല്ലേ. അവിടെയാ പിഴവ് സംഭവിച്ചത്. അല്ലെങ്കിൽ വിഷവാതകത്തിന്റെ ശക്തി ഒന്നുകൂടെ അങ്ങ് കൂട്ടിയാനെ, എങ്കിൽ അവൻ ആ സ്പോട്ടിൽ തീർന്നനെ. ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഉണ്ണി അവന്റെ ചേട്ടൻ നടക്കില്ലെന്നറിഞ്ഞത് കണ്ണന്റെ ഭാഗ്യം കൊണ്ടല്ലേ? അങ്ങനെ ഭാഗ്യങ്ങൾ ഒരുപാട് കണ്ണനും ലക്ഷ്മിക്കും ഉണ്ട്.
ഇപ്പൊ ജനിച്ച കുഞ്ഞിനും അതിനേക്കാളും ഒരുപാടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാ അമ്മ കുടിച്ച വിഷം കുഞ്ഞിന്റെ കഴുത്തു വരെ മാത്രം എത്തിയത്. എന്ന് വെച്ച് തോറ്റു മടങ്ങാൻ പറ്റില്ലമ്മേ. ഹോ, എന്തായാലും മരിക്കുന്നതിനേക്കാളും വേദന ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നേ. മോളുടെ ജീവിതമാ എനിക്ക് 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 ഏറ്റവും വലിയ വേദന. അത് മനസ്സിനകത്താണെന്നുണ്ടെങ്കിൽ പുറമെ പോലീസുകാരും കുണ്ടകളും ഒക്കെ തല്ലിയ വേദന അതേപടി നിൽക്കുക. അതിൻ്റെ അപ്പുറം എനിക്കിനി ഒന്നും സംഭവിക്കാനില്ല. ഭയം തന്നെ പിന്മാറുന്നില്ല. ഇന്നത്തെ ദിവസം എന്റെ മോളെ സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലും നടക്കണം. എടാ എന്ന് വെച്ച് എനിക്ക് തല്ലുകൊള്ളുന്ന രീതിയിൽ നീ ഒന്നും ചെയ്യല്ലേ. നമ്മുടെ കുഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നതിനെ പറ്റി അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദേ വേണ്ടാത്ത വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. അത് ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റില്ല. പറ്റില്ലല്ലോ. അങ്ങനെയെങ്കിൽ അത് സംഭവിക്കാണ്ടിരിക്കാൻ നമ്മുടെ മോളുടെ മനസ്സൊന്ന് തണുക്കണം. എന്ന് മാത്രമല്ല, ഇപ്പൊ മോളുടെ വയറ്റിനകത്തൊരു കുഞ്ഞുള്ളതുകൊണ്ടേ മോള് നല്ല സന്തോഷത്തോടെ ഇരിക്കേണ്ട സമയം അമ്മേ. അതുകൊണ്ട് മോളെ സന്തോഷിപ്പിച്ചേ പറ്റൂ.